ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയപാത വഴിയാണ് UDFിൻ്റെ ജാഥ വരുന്നത്. ഇപ്പോൾ മഞ്ചേശ്വരം മേഖലയിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡേക്ക് വരുന്നത് ഏറ്റവും ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാമത്തെ നാഷണൽ ഹൈവേ 66ൻ്റെ റീച്ച് തലപ്പാടിയിൽ നിന്ന് ചെറുക്കളത്തേക്കുള്ള റീച്ചാണ്. ആ റീച്ചിലൂടെയാണ് യഥാർത്ഥത്തിൽ ജാഥ അവർ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കേരളത്തെ തിരിച്ചു പിടിക്കും എന്നാണ് അവരുടെ മുദ്രാവാക്യം. അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില മുദ്രാവാക്യങ്ങൾ തന്നെ അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യുന്നില്ല. ഇതൊരു അത്ഭുതകരമായ സംഭവമാണ്. മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്. കാരണം വികസനം ചർച്ച ചെയ്താൽ അതിൻ്റെ എല്ലാ സ്കോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്നുള്ള ഉത്ഭയമാണ്. അവർക്ക് കേരളവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അവർക്ക് കേരളത്തിൻ്റെ വികസനം ഒരു അജണ്ടയല്ല. മാത്രമല്ല, ഒരു വികസനത്തിനും ഞങ്ങൾ പിന്തുണ നൽകില്ല എന്നവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിയെ പറ്റി അവർ പറഞ്ഞത്, കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ്, ഒന്നും യാഥാർത്ഥ്യമാകുന്നതല്ല എന്നാണ്. ഇന്നിപ്പോൾ കിഫ്ബിയുടെ വാർത്ത വന്നത് 1 ലക്ഷം കോടി രൂപയാണ് കിഫ്ബി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ളത്. 1 ലക്ഷം കോടി. ഏറ്റവും അവസാനത്തതാണ് ഇന്നിപ്പോഴിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ തറക്കല്ലിടൽ ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അതിൻ്റെ ആവശ്യമായ പണം നീക്കിവെക്കുന്നത് കിഫ്ബി തന്നെയാണ്. അപ്പോൾ കിഫ്ബി വഴി ഞങ്ങൾ ജാഥ തുടങ്ങുമ്പോൾ പറഞ്ഞത് 96,000 കോടിയായിരുന്നു. ഇപ്പോൾ കിഫ്ബി തന്നെ ഇന്നത്തെ അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് 1 ലക്ഷം കോടി എന്നാണ്. 96,000 എന്നുള്ളത് കടന്ന് 1 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നിപ്പോൾ അവർ പറയുകയുണ്ടായി. അപ്പോൾ അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിക്കുന്നു. അതിൻ്റെ സാമ്പത്തിക ബാധ്യത പ്രധാനമായിട്ടും കിഫ്ബി വഴിയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല, ശരിയായ മലയാളിയുടെ സ്വപ്നമാണ് പൂർത്തീകരിക്കാൻ കിഫ്ബിക്ക് സാധിച്ചത്.